പറയുമ്പം വിചാരിക്കും ദേഷ്യമുള്ളതുകൊണ്ടാണ് കണ്ടുകൂടായിട്ടാണ്. നമ്മളെ കേരളം എല്ലാത്തിലും നമ്പർ 1 മക്കളെ. കണ്ടിട്ടില്ല? ബംഗാൾ നശിപ്പിക്കാൻ 35 കൊല്ലം എടുത്തിന്. പക്ഷെ നമ്മളെ കേരളം നശിപ്പിക്കാൻ 10 കൊല്ലം ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനിയിപ്പോൾ പുതിയ ആചാരങ്ങൾ, സൂംബ ഡാൻസ്, കള്ള് സ്കൂളിൽ കൊടുക്കുക, പുതിയ കോമ്പൗണ്ടുകളിൽ, സ്കൂൾ കോമ്പൗണ്ടുകളിലൊക്കെ ഒരു കള്ള് ഷാപ്പ് ലൈസൻസ് പാസ്സാക്കി കൊണ്ടുവരണം. ഇവരെ മെയിൻ ആയുധം മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഇതൊക്കെയാണ്. ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ഇവരെന്തിനാ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്ന, ഇവരെന്തിനാ ഈ പറയുന്ന സമരം നടത്തുന്നത്? ജനങ്ങളെ വിഡ്ഢികളാക്കലാണ്. ഈ പറയുന്ന സ്കൂളുകളിൽ ഇതെല്ലാം വന്നാലും ഈ പറയുന്ന മഹാന്മാരുടെ മക്കൾക്കൊന്നും ബാധിക്കുന്നില്ല. നമ്മളെ ജനങ്ങളുടെ വോട്ടർമാരുടെ മക്കൾക്കാണ് ഇതൊക്കെ ബാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിക്കോ. ഈ പറയുന്ന മഹാന്മാരുടെ മക്കളൊന്നും ഇടിയൊന്നും പഠിക്കുന്നില്ല. അവരെല്ലാം ബില്ല് പഠിക്കുന്ന ബില്ല് ഏതോ സ്ഥലത്താ പറഞ്ഞിട്ടില്ലേ, ഏതോ ചെക്കൊരു പാട്ടിൽ. അപ്പം ഇതൊക്കെ നമ്മളെ നശിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ കയ്യും കെട്ടി നോക്കിയെന്നാൽ നമ്മളെ കാലും പാരിയിട്ട് ഇവരങ്ങ് പോകും. സ്കൂളിൽ നിന്ന് സൂംബ ഡാൻസ് പരിശീലനം കൊടുക്കും, പോകുന്ന പോക്കിൽ കള്ളു കൊടുക്കും, റോട്ടിൽ വന്ന് ആടിപ്പാടി പോകുന്നത് നമ്മളെ കൺമുന്നിൽ കാണാം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ രക്ഷിതാക്കൾ പ്രതികരിച്ചോ, ഇല്ലെങ്കിൽ ഇവർ നമ്മളെ തലയിൽ കയറിയിട്ട് തിരുവാതിര കളിക്കും. ഇത് പലതും മറക്കാനുള്ള ക്യാപ്സ്യൂളുകളാണെന്ന് നമുക്കറിയാം. പക്ഷേങ്കിൽ ഇതൊക്കെ നിലവിൽ വന്നാൽ നമ്മളെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് നമുക്ക് തന്നെ കാണേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നവർ, ചങ്കുറ്റമുള്ള മാതാപിതാക്കൾ, രക്ഷിതാക്കൾ പ്രതികരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലോടെ മനസ്സിലാകുന്നു.